നമസ്കാരം. നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പ് മലപ്പുറത്ത് നിന്ന് മേടിച്ച കുറച്ച് സൊനാലി കോഴികളുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സാണ് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് ആ 4 പേര്. ഇവർ ഏകദേശം ഒരു മാസത്തോളം നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അധികം അങ്ങനെ നമ്മളോട് ഭയങ്കര ഇണക്കമില്ല. കാരണം ഇത് പൊതുവേ നമുക്കൊരു നാടൻ കോഴി എന്നൊക്കെ പറയണ പോലെയാണ് ഇതുങ്ങളുടെ സ്വഭാവം. നമുക്ക് കാര്യമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഏതെങ്കിലും പ്രെഡേറ്റേഴ്സിന് പിടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ സൊനാലിനെ പറ്റി ഞാൻ കുറച്ച് അന്വേഷിച്ചു. നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞ സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അത്ര ഐഡിയ ഉണ്ടായിരുന്നില്ല. സൊനാലി എന്ന് പറഞ്ഞാൽ റോഡ് ഐലൻഡ് റെഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബ്രീഡിൻ്റെയും അതുപോലെ നമ്മുടെ ഈജിപ്ഷ്യൻ മുട്ടക്കോഴിയായിട്ടുള്ള ഫയോമിയുടെയും കൂടി ഒരു ക്രോസ് ബ്രീഡാണ്. അപ്പോൾ അതായത് ഫയോമി ഏകദേശം നമ്മുടെ നാട്ടിലുള്ള കോഴികളുടെ സ്വഭാവം തന്നെയാണ്. അത്യാവശ്യം നാടൻ കോഴികളെക്കാളും കൂടുതൽ മുട്ടയിടും. അതുപോലെ റോഡ് ഐലൻഡ് റെഡും നല്ല രീതിയിലുള്ള ലെയേഴ്സാണ്, മുട്ടയിടും. അപ്പോൾ ഇതിൻ്റെ രണ്ടും ക്രോസ് ആയതുകൊണ്ട് തന്നെ സൊനാലിനെ നമുക്ക് ഏകദേശം ഒരു നാടൻ കോഴിയുടെ പോലെ തന്നെ അതേ ഒരു ഹാബിറ്ററ്റിൽ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ കോഴികളുടെ കാര്യം പറയുകയാണെങ്കിൽ തൂക്കം ഭയങ്കര കുറവാണ്. നമ്മൾ സാധാരണ ബ്രീഡുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തീറ്റയും കുറവാണ്, അതുപോലെ തൂക്കം വെക്കുന്നതും കുറവാണ്. ഏകദേശം ഇപ്പോൾ ഒരു 5 മാസമാകാറുള്ള കോഴികളുടെ തൂക്കം ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. മറ്റ് ബ്രീഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൊനാലി തൂക്കം കുറവാണ്. പക്ഷെ അത് മറ്റൊരു രീതിയിൽ ഭയങ്കര ഗുണമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പട്ടിയോ കീരിയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രെഡേറ്റേഴ്സ് പിടിക്കാനായിട്ട് വരാൻ നേരത്ത് ഈസി ആയിട്ട് ഇതിന് പറക്കാനായിട്ട് പറ്റും. മറ്റുള്ള കോഴികളെ വെച്ച് നോക്കുമ്പോൾ മുകളിലേക്ക് പറന്ന് ചാടിക്കയറാനുള്ള കപ്പാസിറ്റി ഇതിന് കൂടുതലാണ്. അത് ഈ വെയിറ്റ് കുറവ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറന്ന് കയറാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു നാടൻ കോഴി എന്നുള്ളൊരു ഫീലിൽ വളർത്താൻ പറ്റിയൊരു ബ്രീഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മറ്റുള്ള ആളുകൾക്കും കൂടി ഉപകാരപ്പെടുമല്ലോ. അതേപോലെ പല ആൾക്കാർക്കും എനിക്കുള്ള സംശയമാണ്, സൊനാലി കോഴികൾ പൊരുന്നോ, കുഞ്ഞുങ്ങളെ അടയിരുന്ന് വിരിയിക്കുമോ എന്നുള്ളത്. അതിലെനിക്ക് പലപ്പോഴും കിട്ടിയ ആൻസർ എന്ന് വെച്ചാൽ ചില ആളുകൾ പറയും വിരിയിക്കും എന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നത് വിരിയിക്കില്ല. മേ ബി ചില കോഴികൾ അടയിരിക്കുമായിരിക്കും, ചിലത് അടയിരിക്കില്ലായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചും അറിയാവുന്ന ആൾക്കാർ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇതുപോലെ ബാക്കിയുള്ള ആളുകൾക്ക് ആ എക്സ്പീരിയൻസ് ഗുണമാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.